ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പവർ ടീമിനോട് പ്ലാസ്മ ടിവിയുടെ മുന്നിലേക്ക് നിൽക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. എന്നിട്ട് പവർ ടീമിലുള്ളവരോട് എങ്ങനെയൊക്കെയാണ് അവരവരുടെ പവേഴ്സ് യൂസ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം. എനിക്ക് തോന്നുന്നത് ഗബ്രിക്കും ജാസ്മിനും പിന്നെ കുറച്ചൊക്കെ ശ്രീരേഖയ്ക്കും മാത്രമാണ് ഈ ഒരു പവർ ടീം കോൺസെപ്റ്റ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലായതെന്നാണ്. വേറുള്ള 4 പേരിൽ നിഷാനയുടെ പവേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വേറുള്ള 3 പേരെ എന്തൊക്കെയോ ചെയ്തു. ഹൗസിന്റെ സർവാധികാരികളായിട്ടുള്ള 6 പേര് തന്നെയാണ് ക്യാപ്റ്റനും പവർ ടീം. ഇത് പിന്നീട് ബിഗ് ബോസ് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. ഇപ്പോ ജാസ്മിന് കുറച്ചു മുന്നേ ലൈവില് പറഞ്ഞ പോലെ ബിഗ് ബോസിൽ സോഫ്റ്റ് ആയിട്ട് കാര്യമില്ല. ഡാൻസ് കളിക്കാത്തവരെ ഡാൻസ് കളിപ്പിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാത്തിനുമുള്ള പവറാണ് ബിഗ് ബോസ് ഈ പവർ ടീമിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കുറച്ചു മുന്നേ റോക്കിയും പറയുന്നത് കേട്ടു പണിഷ്മെന്റ് ആയിട്ട് എക്സ്ട്രാ ലോണ്ടറി കൊടുക്കാം എന്നൊക്കെ. അതേപോലെ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്. പവർ ടീമിലുള്ള യമുന ജിൻഡോയോട് ചായ ഇടാനും അതേസമയം ബോഡി ഷോ നടത്താനും പറഞ്ഞു. അണ്ടർവെയർ ഇട്ടിട്ടാണ് ഞങ്ങളൊക്കെ ബോഡി ഷോ നടത്തുന്നത്. മാഡം എന്റെ കൂടെ ബാത്റൂമിൽ വന്നാൽ ഞാൻ ബോഡി ഷോ കാണിക്കാം എന്നൊക്കെ ജിൻഡോ പറയുന്നു. ആ പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മാത്രമല്ല അതിന് വേറെ എന്തൊക്കെയോ കൊണോട്ടേഷൻസും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡോ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് സോറി പറഞ്ഞു. പിന്നീട് യമുനയും ജിൻഡോയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുന്നത് കണ്ടു. എന്തൊക്കെയാണോ നടന്നത്. എന്തായാലും ഇത്രയും നേരം ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, എല്ലാവരും വളരെ ക്യാമറ അവെയർ ആണ്. ക്യാമറയുണ്ട്, വെറുതെ വായിട്ടടിക്കാം, കുറെ ബഹളം ഉണ്ടാക്കാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഈ സീസണിലുള്ള ഭൂരിഭാഗം പേർക്കും. അത് വല്ലാത്തൊരു തരം വെറുപ്പിക്കൽ ആസ് എ വ്യൂവർ എനിക്ക് ഫീൽ ചെയ്തു. ഫൈറ്റും തർക്കവും ഒക്കെ ആവാം, പക്ഷെ അതൊക്കെ നാച്ചുറൽ ആയിട്ട് വരണം എന്നാണ് എന്റെ ഒരു ഇത്. എല്ലാവരും എപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടല്ലോ ഇരിക്കുന്നത് ഒരു വീട്ടിൽ. സമാധാനമൊക്കെ വല്ലപ്പോഴൊക്കെ ആവാം. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം.